അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ആര്യനാടുള്ള ശംഭു ശങ്കരൻ എന്ന ഭക്ഷണശാലയിലാണ്. രുചികരമായ കോഴിത്തോരൻ കഴിക്കാൻ വേണ്ടിയാണ് ഇന്ന് ലോക്കൽ വണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. ശംഭു ശങ്കരൻ്റെ വിഭവങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. നമുക്ക് ഭക്ഷണം വിളമ്പുന്നതിന് വേണ്ടി വാഴയില ഇവിടെ നമുക്ക് മുമ്പ് റെഡിയായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സതീശൻ ചേട്ടൻ നമുക്ക് ചോറിട്ട് തരികയാണ്. എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്ന കാഴ്ചകളെന്ന് നമുക്ക് കാണാം. നമ്മുടെ സന്ധി ചേച്ചി എത്തിയിട്ടുണ്ട് പല പല വിഭവങ്ങളുമായിട്ട്. മരിച്ചിനി ചോറ്, ഇത്രയും ചോറ് വേണോ ചേട്ടാ? നല്ല ചൂട് ചോറ്, മരിച്ചിനി, ഗ്രേവി അല്ലേ ചേട്ടാ, സലാഡ്, നമ്മൾ കോഴിത്തോര ഇങ്ങനെ വെള്ളം ഊറിക്കൊണ്ടിരിക്കണേ. വന്ന് അച്ചാർ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന കോഴിത്തോരൻ നമുക്ക് എത്തിയിട്ടുണ്ട്. കോഴിത്തോരൻ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. രക്ഷയില്ല, സൂപ്പർ അടിപൊളി. നമ്മളൊക്കെ വീട്ടിൽ വെക്കുന്നില്ലേ, നമ്മുടെ അമ്മമാരൊക്കെ വെക്കുന്ന അതേ രുചിയാണ്. ജീവിതത്തിൽ നിങ്ങളെ ഇവിടെ വന്ന് കോഴിത്തോരൻ കഴിക്കാതെ പോരുത്. ലോക്കൽ വേണ്ടി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം, തീർച്ചയായിട്ടും വേണം, ഞങ്ങൾ ഗ്യാരണ്ടി തരാം. ഒരുപാട് പേര് ശംഭു ശങ്കരൻ്റെ വ്ലോഗ് ചെയ്തിട്ടുണ്ട്, ചാനലുകളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും നാവിന് വെള്ളം ഉറുക്കൊണ്ടേയിരിക്കുക. ഇത് കണ്ണു മുമ്പ് ഇരുന്നിട്ട് കഴിക്കാനിങ്ങനെ കൊതി വന്നുകൊണ്ടേയിരിക്കുകയാണ്. പാഴ്സൽ കിട്ടുന്ന തിരക്കിലാണ്. അപ്പം നമ്മുടെ അച്ഛനും ഒക്കെ സഹായിക്കുന്നുണ്ട്. എല്ലാവരും നല്ല വാഴയിലയിൽ കോഴിത്തോരനല്ലേ അമ്മ വിളമ്പുന്നേ? നല്ല രുചികരമായ കോഴിത്തോരനല്ലേ അമ്മ വിളമ്പി. നല്ല വാഴയിലയിൽ നല്ല രുചികരമായിട്ടുള്ള കോഴിത്തോരൻ ഗിരിജാമ്മ വിളമ്പിയിരിക്കുകയാണ്. വിറകടുപ്പിലാണ് ഇവർ പാചകം ചെയ്യുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റുന്നത് വേറെ ലെവലാണ്. ആ ഒരു ലെവലിലുള്ള ടേസ്റ്റാണ് ഈ വിറകടുപ്പിൽ പാചകം ചെയ്യുമ്പോൾ. ഞങ്ങളത് ആസ്വദിച്ച് അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളും കൃത്യമായി അത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഒന്ന് കാണിച്ചു കൊടുക്കണം. വിറകടുപ്പിലാണ് ഇവർ പാചകം ചെയ്യുന്നത്. എല്ലാം ചോറും എല്ലാം വിറകടുപ്പിലല്ലേ ചേച്ചി? എല്ലാം വിറകടുപ്പിലാണ്. അത് ശംഭു ശങ്കരൻ്റെ വ്ലോഗ് കണ്ടിട്ട് നമ്മൾ എത്തിയപ്പോൾ തന്നെ ആകസ്മികമായി കണ്ടുമുട്ടിയ ആൾക്കാരാണ്. ഈ വ്ലോഗ് കണ്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ കുണ്ടമൻ കടവിൽ നിന്ന് എത്തിയ നമ്മുടെ ശ്രോതാക്കളുണ്ട്. അതെ, ശ്രീകുമാർ എന്നാണ് ചേട്ടൻ്റെ പേര്. ഇവിടെ ഏകദേശം 30 കിലോമീറ്ററോളം താണ്ടി ഇവർ ശംഭു ശങ്കറിൽ എത്തിയിരിക്കുകയാണ്. വിശാലമായിട്ടുള്ള ഭക്ഷണമൊക്കെ നമ്മൾ കഴിച്ചിട്ട് ശംഭു ശങ്കരനിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. മറ്റൊരു രുചിക്കൂട്ടുമായി ലോക്കൽ വണ്ടി വേറൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ടാറ്റ.